ഫൈബ്രോയിഡ് യൂട്രസിൽ നിറഞ്ഞ് നിന്നിട്ട് അതിനുശേഷം അത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു. അങ്ങനെയുള്ള ഒരാൾക്ക് പിന്നീട് പറയാറുണ്ട് അവിടെ ഒരു ചെറിയൊരു സ്ലിപ്പറി പോലെ ആയിരിക്കും, അപ്പോൾ ഫെർട്ടൈൽ അവിടെ നടക്കാറില്ല. എല്ലാ ഫൈബ്രോയിഡുകളും വന്ധ്യതയ്ക്ക് ഇടയാക്കില്ല. വളരെയധികം വലുപ്പമുള്ള ഗർഭപാത്രത്തിലെ മുഴകളെയാണ് ഈ ഫൈബ്രോയിഡ് എന്ന് പറയാം. അപ്പോൾ ഈ ഗർഭപാത്ര മുഴകൾ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ഗർഭപാത്രത്തിന് പുറമേ ആണെങ്കിൽ അതൊരിക്കലും വന്ധ്യതയ്ക്ക് ഇടയാക്കില്ല. ഗർഭപാത്രത്തിൽ പുറമെയാണ് അത് അണ്ടവാഹിനിക്കുഴലിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്താണെങ്കിൽ അത് അണ്ടവാഹിനിക്കുഴലിൽ അടവ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ വളരെ വലുപ്പമുള്ള ഫൈബ്രോയിഡ് മുഴകൾ ഗർഭപാത്രത്തിൻ്റെ അകത്തേക്ക് തള്ളി നിൽക്കുകയാണെങ്കിൽ അത് ഗർഭം പിടിക്കാതിരിക്കാൻ ഇടയാക്കാം. അല്ലെങ്കിൽ ചില ഫൈബ്രോയിഡുകൾ ഗർഭപാത്രത്തിൻ്റെ അകത്ത് മാത്രമായിട്ട് കാണപ്പെടും, സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് എന്ന് പറയും. അതും നമ്മൾ വന്ധ്യതയ്ക്ക് ഇടയാക്കും. അപ്പോൾ ഈ അണ്ടവാഹിനിക്കുഴലിന് തടസ്സമുണ്ടാക്കുക, ഗർഭപാത്രത്തിലേക്ക് തള്ളി നിൽക്കുക, അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ അകത്ത് മാത്രമായിട്ട് കാണപ്പെടുക, ഈ 3 അവസ്ഥയിൽ മാത്രമേ നമ്മൾ അതിന് ഓപ്പറേഷൻ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഫൈബ്രോയിഡുകൾ ഗർഭധാരണത്തെ ബാധിക്കുന്നില്ല. ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മളിപ്പോൾ ലാപ്രോസ്കോപ്പി കൂടെ ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ആ മുഴകളെടുക്കുന്ന ഭാഗത്ത് നമ്മൾ അതിൻ്റെ സ്റ്റിച്ചൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ, നേരെ മറിച്ചിട്ട് ഗർഭപാത്രത്തിൻ്റെ അകത്തുള്ള ഫൈബ്രോയിഡിന് സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യമില്ല, അത് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഗർഭപാത്രത്തിൻ്റെ പേശിക്ക് അകത്തുള്ള ഫൈബ്രോയിഡിൽ അത് എടുക്കുമ്പോൾ അവിടെ ഒരു ഹോൾ വരും അല്ലേ, ആ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് നമ്മൾ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് യാതൊരു കാരണവശാലും ബാധിക്കുന്നില്ല, തുടർന്നുള്ള ഗർഭധാരത്തെ ബാധിക്കുന്നില്ല. നേരെ മറിച്ചിട്ട് നമ്മൾ ഗർഭപാത്രത്തിൻ്റെ അകത്തുള്ള ഫൈബ്രോയിഡ് എടുക്കുമ്പോൾ അത് ആ സർജറി ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ അത് അവിടെ കംപ്ലീറ്റ് ഒട്ടിപ്പിടിച്ചിട്ട് അവിടെ ഗർഭം പറ്റിപ്പിടിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും ഒരു എൻഡോസ്കോപ്പി, ഹിസ്റ്റോസ്കോപ്പി ചെയ്ത് ആ ഭാഗങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് കൊടുക്കണം.